നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കടന്നു കളഞ്ഞു. 1.5 വർഷത്തിന് ശേഷം പ്രതിപിടിയിൽ. രണ്ടാർക്കര സ്വദേശി സുഹൈലാണ് പിടിയിലായത്. പ്രതിപിടിയിലായത് അബുദാബിയിൽ നിന്ന്. ബാറിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. വെള്ളൂർക്കുന്നം സ്വദേശികളായ ഷറഫ്, സഹോദരൻ മുബീൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. മുടക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. മാത്യു കുഴൽനാടൻ MLA. പഴയ DPRലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തി അത്യാധുനിക രീതിയിലാണ് ബൈപ്പാസ് പൂർത്തീകരിക്കുക. ഭക്തിസന്ദ്രമായി മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണ മഹോത്സവവും പൊങ്കാലയും. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാലി അർപ്പിച്ചു. മതമൈത്രി സന്ദേശം പങ്കുവച്ച് 14-ാം വാർഡിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാംഗം ജോയ്സ് മേരി ആന്റണി നേതൃത്വം നൽകി. മുൻ MLA ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കടന്നു കളഞ്ഞ പ്രതി 1.5 വർഷത്തിന് ശേഷം പോലീസ് പിടിയിൽ. മൂവാറ്റുപുഴ രണ്ടാർക്കര സ്വദേശി സുഹൈലിനെയാണ് അബുദാബിയിൽ നിന്ന് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ 1.5 വർഷത്തിന് ശേഷം പിടികൂടി മൂവാറ്റുപുഴ പോലീസ്. മൂവാറ്റുപുഴ രണ്ടാർക്കര സ്വദേശിയായ കാഞ്ഞൂർ പുത്തൻപുരിൽ സുഹൈലിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ പോലീസ് അബുദാബിയിൽ നിന്ന് പിടികൂടിയത്. 2022-ൽ പ്രതി പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു. 2023-ൽ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി പ്രതിക്കെതിരെ ഓപ്പൺ എൻഡഡ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് പ്രതിയുടെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അബുദാബിയിലെത്തി പിടികൂടുകയുമായിരുന്നു. മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, SI-മാരായ MP ദിലീപ് കുമാർ, MM ഉബൈസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് B നായർ എന്നിവർ ചേർന്നാണ് പ്രതിയെ വിദേശത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചത്. ബാറിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. വെള്ളൂർക്കുന്നം സ്വദേശികളായ ഷറഫ്, സഹോദരൻ മുബീൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാറിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. വെള്ളൂർക്കുന്നം, പെരുമറ്റം, വാലാടിത്തണ്ട്, പോണാക്കുടി ഷറഫ്, സഹോദരൻ മുബീൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ വെള്ളൂർക്കുന്നം സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകുന്നേരം TB ജംഗ്ഷന് സമീപമുള്ള ബാറിലെ കൌണ്ടറിന് സമീപമായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുബീറിന്റെ മുണ്ടഴിഞ്ഞു പോയത് പറഞ്ഞതിലുള്ള വിരോധത്തിൽ കൌണ്ടറിലിരുന്ന സ്റ്റീൽ ജഗ് ഉപയോഗിച്ച് യുവാവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ കോതമംഗലം, പോത്താനിക്കാട്, കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനുകളിലായി വേറെയും കേസുകളുണ്ട്. SI-മാരായ വിഷ്ണുരാജു, CB അനിൽകുമാർ, ASI-മാരായ VM ജമാൽ, ബൈജു പോൾ, SCPO-മാരായ ബിബിൽ മോഹൻ, ബിനിൽ എൽദോസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മുടക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മാത്യു കുഴൽനാടൻ MLA. പഴയ DPRലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തി അത്യാധുനിക രീതിയിലാണ് ബൈപ്പാസ് പൂർത്തീകരിക്കുക. മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായിരുന്ന മുടക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മാത്യു കുഴൽനാടൻ MLA. മുടക്കല് ബൈപ്പാസിന്റെ പഴയ DPRലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തി അത്യാധുനിക രീതിയിൽ വളവുകൾ നിവർത്തിയും നിലവിലെ പാലത്തിന് സമാന്തരമായ പാലം നിർമ്മിച്ച് 4 വരിയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കൾവർട്ടുകളും ഉൾപ്പെടുത്തിയും ജിയോ ടാഗിംഗ് അടക്കം പൂർത്തീകരിച്ചുമാണ് പുതിയ DPRന് അനുമതി നൽകിയിരിക്കുന്നത്. മുൻപ് 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രം സഞ്ചാരം സാധിക്കുമായിരുന്ന തരത്തിലായിരുന്നു ബൈപ്പാസിന്റെ DPR തയ്യാറാക്കിയിരുന്നത്. കൂടാതെ അപ്രോച്ച് റോഡുകൾക്ക് ഒരു ഭാഗത്ത് 18 മീറ്റർ വീതിയും മറുഭാഗത്ത് 20 മീറ്റർ വീതിയും ഉണ്ടെങ്കിലും പാലത്തിന്റെ വീതി 7 മീറ്റർ മാത്രമായിരുന്നു. ഇവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി 4 വരി യാത്രാ സൗകര്യം സാധ്യമാകുന്ന രീതിയിലേക്ക് പാലത്തിന്റെ വീതി കൂട്ടാനും ദീർഘവീക്ഷണത്തോടെ വരും കാലങ്ങളിലെ വികസനം കൂടി മുൻകൂട്ടി കണ്ടുവേണം ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എന്ന നിർബന്ധവും തനിക്കുണ്ടായിരുന്നതായും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഈ കഴിഞ്ഞ 3 സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലായി നടത്തി വന്ന പരിശ്രമം ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഈ മുറിക്കൽ ബൈപ്പാസ് ഈ കടാതി മുതൽ 130 ജംഗ്ഷൻ വരെയുള്ള ലാൻഡ് അക്വിസേഷൻ മുഴുവൻ പൂർത്തിയാക്കി ഏറ്റെടുത്ത സ്ഥലങ്ങൾക്കെല്ലാം പൈസ നൽകി ഇതിൻ്റെ DPR ഫൈനലൈസ് ചെയ്ത് അഡീഷണലായി ഇവിടെ ഒരു പാലം കൂടി തീരുമാനിച്ച് 59 കോടിയിൽ തുടങ്ങിയിരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ 117 കോടിയിലേക്ക് റിവൈസ് ചെയ്ത് ആദ്യമുണ്ടായിരുന്ന ഡിസൈനിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി ആദ്യം ഒരുപക്ഷെ ആവറേജ് സ്പീഡ് ഈ ബൈപ്പാസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നത് 50 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് 80 കിലോമീറ്റർ മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു ഡിസൈനിലേക്ക് മാറി പൂർണ്ണമായും നാല് വരിയാക്കി ബൈപ്പാസിനെ പൂർത്തീകരിക്കുന്നതിനുള്ള
ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻപ് 50.98 കോടി ആകെത്തുക വകയിരുത്തിയിരുന്ന മുറിക്കല് ബൈപ്പാസ് പദ്ധതി സമ്പൂർണമായ DPR ഭേദഗതിയോടെ 117 കോടിയായി ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ബൈപ്പാസ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മൂവാറ്റുപുഴ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവവും പൊങ്കാലയും ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, പൊങ്കാല എന്നിവ നടത്തപ്പെട്ടു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കുഡ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മതമൈത്രി സന്ദേശം പങ്കുവെച്ച് 14-ാം വാർഡിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാംഗം ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭ 14-ാം വാർഡിൽ ജനങ്ങൾക്ക് മുഴുവൻ മതമൈത്രി സന്ദേശം പങ്കുവെച്ച് നഗരസഭാംഗം ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സെക്യുലർ ലൈൻ പരിപാടിയുടെ ഭാഗമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുൻ MLA ജോസഫ് വാഴിക്കൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ഒരു മാസം വ്രതത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു മാസമായിരുന്നു. വളരെ വിശുദ്ധിയോടുകൂടി ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലം മുതൽ ആരംഭിച്ചതാണ് ഈ പരിപാടി. അടുത്ത ഓണത്തിനും തുടരുമെന്ന് പറഞ്ഞു. നല്ല കാര്യം, അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ജോയ്സിനെ സംബന്ധിച്ചിടത്തോളം ജോയ്സ് ഇവിടെ കൗൺസിലറായിട്ട് വരുന്നതിന് നമ്മളും ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണെന്ന്. എന്തായാലും നമ്മുടെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാഹുൽ ഈശ്വർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വരും നാളുകളിൽ സാധാരണക്കാർ ജാഗരൂകരായില്ലെങ്കിൽ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് മതസ്പർദ്ധ പടർത്തുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. അത് നമ്മുടെ മതസൗഹാർദ്ദമാണ് ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത്. അതിനെ മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ മതേതരത്വമെന്നോ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പേരെന്ത് വിളിച്ചാലും പരസ്പരമുള്ള യോജിപ്പ്, സാഹോദര്യം, നന്മ, ഒരുമ, ഇതാണ് ഇന്ത്യയുടെ ആത്മാവ്. എനിക്ക് ജോയ്സ് ചെയ്ത് വിളിച്ചപ്പോൾ സെക്കുലർ ലൈൻ എന്ന പേരിട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സെക്കുലറിസത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രഭാഷണം ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. അത് ഇന്നേക്ക് ഏകദേശം 100 വർഷം, കൃത്യം പറഞ്ഞാൽ 104 വർഷം മുമ്പ് ഒരു ഏപ്രിൽ 13, 1921 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ യങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ വ്യക്തമായി എഴുതുന്നു. നമ്മുടെ ഇന്ത്യയുടെ കൊടി ഡിസൈൻ ചെയ്യുന്നത് പിങ്കാളി വെങ്കയ്യ എന്നൊരു വ്യക്തിയാണ്. പിങ്കാളി വെങ്കയ്യക്ക് ഈ നിറങ്ങളുടെ ചോയ്സ് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി വളരെ വ്യക്തമായി ഒരു പ്രസംഗത്തിലല്ല എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയും. മഹാത്മാഗാന്ധി വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ ഇന്ത്യയുടെ കൊടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ്. വാർഡംഗം ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PSA ലത്തീഫ്, ഫാദർ ലിജു തെക്കുംകാട്ടിൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ്, കൌൺസിലർമാരായ ജിനു മടേക്കൽ, അമൽ ബാബു, ചെറിയാൻ മാതേക്കൽ, സജി ചാത്തംകണ്ടം, അഷറഫ്, സബൂറ ബീവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. സെക്യുലർ ലൈൻ പദ്ധതിയുടെ ആദ്യ ഭാഗമായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. അന്നു തന്നെ ഇഫ്താറിന്റെയും ഓണത്തിന്റെയും ലോഗോ പ്രകാശനവും നടത്തിയിരുന്നു. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, വൺ വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഈസ്റ്റ് കടാതി കുര്യൻമല പുത്തൻപുര KB വിനോദ് നിര്യാതനായി. സംസ്കാരം പിന്നീട് ഭാര്യ പ്രിയ, മക്കൾ പാർവതി, ആരോമൽ, ഗംഗ. കല്ലൂർക്കാട് നാഗപ്പുഴ വട്ടക്കുന്നിൽ AC രവി നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 2:30 വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. പരേതൻ CPM പത്തകുത്തി ബ്രാഞ്ച് അംഗമാണ്. പരേതിയായ ലീലിയാണ് ഭാര്യ. മക്കൾ ബിജു, വിനു, പ്രവേശ്, പ്രകാശ്. മരുമക്കൾ ഷീബ, ദീപ. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.